നമസ്കാരം. പ്രേം PSCയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒക്ടോബർ മാസം 16 മുതൽ 31 വരെയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, 2026 ലോക പുസ്തക തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട നഗരമാണ് റബാത്ത്. മൊറോക്കോയിലെ റബാത്താണ് 2026 ലോക പുസ്തക തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട നഗരം. 2001 മുതലാണ് യുനെസ്കോ ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത്. അപ്പോൾ 2026 ലോക പുസ്തക തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട നഗരമാണ് റബാത്ത്, മൊറോക്കോയിലാണ്. 2001 മുതലാണ് യുനെസ്കോ ലോക പുസ്തക തലസ്ഥാനം എന്ന പദ്ധതി നടപ്പിലാക്കി വരുന്നത്. അതേപോലെ ഈ റബാത്ത് എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ തന്നെ 3ാമത് വലിയ പുസ്തകമേള നടക്കുന്ന നഗരമാണ് റബാത്ത്. ആ റബാത്താണ് 2026 ലോക പുസ്തക തലസ്ഥാനമായിട്ട് യുനെസ്കോ തിരഞ്ഞെടുത്ത നഗരം. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ലോക ഭക്ഷ്യ ദിനത്തിന്റെ പ്രമേയം എന്തുവാണ്? റൈറ്റ് ടു ഫുഡ് ഫോർ എ ബെറ്റർ ലൈഫ്. റൈറ്റ് ടു ഫുഡ് ഫോർ എ ബെറ്റർ ലൈഫ് ആൻഡ് എ ബെറ്റർ ഫ്യൂച്ചർ. 2024 ലോക ഭക്ഷ്യ ദിനത്തിന്റെ പ്രമേയമാണ് റൈറ്റ് ടു ഫുഡ് ഫോർ എ ബെറ്റർ ലൈഫ് ആൻഡ് എ ബെറ്റർ ഫ്യൂച്ചർ. എന്നാണ് ലോക ഭക്ഷ്യ ദിനമായിട്ട് ആചരിക്കുന്നത്? ഒക്ടോബർ 16 ലോക ഭക്ഷ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. 1979 മുതലാണ് ഇത് ആചരിച്ചു വരുന്നത്. അപ്പോൾ 1979 മുതൽ ഒക്ടോബർ 16 ലോക ഭക്ഷ്യ ദിനമായിട്ട് ആചരിച്ചു വരുന്നുണ്ട്. 2024 ലോക ഭക്ഷ്യ ദിനത്തിന്റെ പ്രമേയം എന്തുവാണ്? റൈറ്റ് ടു ഫുഡ് ഫോർ എ ബെറ്റർ ലൈഫ് ആൻഡ് എ ബെറ്റർ ഫ്യൂച്ചർ എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സൈബർ സുരക്ഷാ അംബാസിഡറായി നിയമിതയായ വ്യക്തി ആരാണ്? രശ്മിക മന്ദാന. സൈബർ സുരക്ഷാ അംബാസിഡറായി നിയമിതയായ വ്യക്തിയാണ് രശ്മിക മന്ദാന. നെക്സ്റ്റ്, മികച്ച പഞ്ചായത്തിനുള്ള 5ാമത് ദേശീയ ജലശക്തി അവാർഡ് നേടിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്താണ് പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്ത്. തിരുവനന്തപുരം ജില്ലയിലാണിത്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്താണ് മികച്ച പഞ്ചായത്തിനുള്ള 5ാമത് ദേശീയ ജലശക്തി അവാർഡ് നേടിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ 2ാമത്തെ വലിയ 5G വിപണിയായി മാറിയ രാജ്യം ചോദിച്ചാൽ ഏതാണ്? ഇന്ത്യ. ലോകത്തിലെ 2ാമത്തെ വലിയ 5G വിപണിയായി മാറിയ രാജ്യമാണ് ഇന്ത്യ. നെക്സ്റ്റ്, ജമ്മു കാശ്മീരിന്റെ മുഖ്യമന്ത്രിയായി നിയമിതയായ വ്യക്തിയാണ് ഒമർ അബ്ദുള്ള. അപ്പോൾ ഒമർ അബ്ദുള്ള ആരാണ്? ജമ്മു കാശ്മീരിന്റെ പുതിയ മുഖ്യമന്ത്രിയുടെ പേരാണ് ഒമർ അബ്ദുള്ള. അടുത്ത ക്വസ്റ്റ്യൻ, പൊതുശുചിത്വത്തിന്റെ ശരിയായ മൂല്യങ്ങൾ കുട്ടികളിൽ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് സുക്ഷിതം ശുചിത്വം മാലിന്യമുക്ത വിദ്യാലയം. പൊതുശുചിത്വത്തിന്റെ ശരിയായ മൂല്യങ്ങൾ കുട്ടികളിൽ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് സുക്ഷിതം ശുചിത്വം മാലിന്യമുക്ത വിദ്യാലയം. അടുത്തത്, ഇന്ത്യയുടെ 51ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതയായ വ്യക്തി ആരാണ്? ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ്. അപ്പോൾ ഇന്ത്യയുടെ 51ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായ വ്യക്തി ആരാണ്? ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ്. 50ാമത് ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? DY ചന്ദ്രചൂഡാണ്. 50ാമത് ചീഫ് ജസ്റ്റിസ് ചോദിച്ചാൽ ആരാണ്? DY ചന്ദ്രചൂഡ്. അപ്പോൾ 51ാമത് ചീഫ് ജസ്റ്റിസ് ആണ് ആര്? സഞ്ജീവ് ഖന്ന. 50ാമത് ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? DY ചന്ദ്രചൂഡ് ആയിരുന്നു. നെക്സ്റ്റ്, ICC ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ പുതിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ചോദിച്ചാൽ ആരാണ്? നീതു ഡേവിഡ് ആണ്. ICC ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ പുതിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് നീതു ഡേവിഡ്. ICC ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടുന്ന 2ാമത്തെ താരമാണ് ആര്? നീതു ഡേവിഡ്. ആദ്യ താരം ചോദിച്ചാൽ ആരായിരുന്നു? സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. അപ്പോൾ ICC ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ പുതിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ചോദിച്ചാൽ ആരാണ്? നീതു ഡേവിഡ് ആണ്. ഈ നീതു ഡേവിഡ് 2ാമത് വ്യക്തിയാണ്. ICC ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ 2ാമത് ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് നീതു ഡേവിഡ്. ആദ്യത്തെ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. നെക്സ്റ്റ്, ഐക്യരാഷ്ട്ര സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ അതിദരിദ്രരുള്ള രാജ്യം ചോദിച്ചാൽ ഏതാണ്? ഇന്ത്യ. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ അതിദരിദ്രരുള്ള രാജ്യം ചോദിച്ചാൽ ഏതാണ്? ഇന്ത്യയാണ്.
ഐക്യരാഷ്ട്ര സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം പ്രതിമാസം $2.15 ഐക്യരാഷ്ട്ര സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം പ്രതിമാസം $2.15 കുറവ് വരുമാനമുള്ളവരെയാണ് അതിദരിദ്രരായി കണക്കാക്കുന്നത്. $1.25 എന്ന് പറയുമ്പോൾ ഏകദേശം 175 രൂപ. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ അതിദരിദ്രരുള്ള രാജ്യം ചോദിച്ചാൽ ഏതാണ്? ഇന്ത്യയാണ്. ഐക്യരാഷ്ട്ര സഭയുടെ റിപ്പോർട്ട് പ്രകാരം പ്രതിമാസം 175 രൂപയിൽ കുറവ് വരുമാനമുള്ളവരെയാണ് അതിദരിദ്രരായി കണക്കാക്കുന്നത്. ഡോളറിൽ പറയുമ്പോൾ $2.15 കുറവുള്ളവരെയാണ് എന്തോന്നായി കണക്കാക്കുന്നത്? അതിദരിദ്രരെന്നതായി കണക്കാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹമാസ് തലവൻ യഹ്യ സിൻവാറിനെ വധിച്ച സൈന്യമാണ് ഇസ്രയേൽ സൈന്യം. ഹമാസ് തലവൻ യഹ്യ സിൻവാറിനെ വധിച്ച സൈന്യം ചോദിച്ചാൽ ഏതാണ്? ഇസ്രയേൽ സൈന്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മെഡിക്കൽ കോളേജുകളിൽ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് മിതമായ നിരക്കിൽ താമസ സൗകര്യം ലഭ്യമാക്കുന്ന വാടക വീടുകൾ അറിയപ്പെടുന്നതാണ് ആശ്വാസ്. മെഡിക്കൽ കോളേജുകളിൽ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് മിതമായ നിരക്കിൽ താമസ സൗകര്യം ലഭ്യമാക്കുന്ന വാടക വീടുകൾ എന്തെന്നാണ് അറിയപ്പെടുന്നത്? ആശ്വാസ് എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ഫെമിന മിസ് ഇന്ത്യ വേർഡിന്റെ ജേതാവ് നികിത പൊർവാലാണ്. മധ്യപ്രദേശ് സ്വദേശി നികിത പൊർവാലാണ് 2024 ഫെമിന മിസ് ഇന്ത്യ വേർഡ് ജേതാവ്. നികിത പൊർവാല് മധ്യപ്രദേശ് സ്വദേശി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സംരംഭക വർഷം 3.0യുടെ ഭാഗമായി 2024-25 സാമ്പത്തിക വർഷം 100% ലക്ഷ്യം കൈവരിച്ച സംസ്ഥാനത്തെ ആദ്യ ജില്ല ചോദിച്ചാൽ ഏതാണ്? ആലപ്പുഴ. സംരംഭക വർഷം 3.0യുടെ ഭാഗമായി 2024-25 സാമ്പത്തിക വർഷം 100% ലക്ഷ്യം കൈവരിച്ച സംസ്ഥാനത്തെ ആദ്യ ജില്ലയാണ് ആലപ്പുഴ. കേരളത്തിലെ സംരംഭകരെ വികസിപ്പിച്ചു കൊണ്ടുവരിക എന്ന ഒരു പദ്ധതിയാണ് ഇത് സംരംഭക വർഷം 3.0. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ജലവിതരണ ശൃംഖല മാപ്പ് ചെയ്യാനുള്ള ജല അതോറിറ്റിയുടെ ആപ്പിന്റെ പേരാണ് KWAGO. അപ്പോൾ കേരളത്തിലെ ജലവിതരണ ശൃംഖല മാപ്പ് ചെയ്യാനുള്ള ജല അതോറിറ്റിയുടെ ആപ്പിന്റെ പേര് ഏതാണ്? KWAGO ആണ്. കുസാറ്റുമായിട്ട് സഹകരിച്ചിട്ടാണ് ഈ ആപ്പ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 16ാമത് ബ്രിക്സ് ഉച്ചകോടി നടക്കുന്ന രാജ്യം ചോദിച്ചാൽ ഏതാണ്? റഷ്യ. 16ാമത് ബ്രിക്സ് ഉച്ചകോടി നടക്കുന്ന രാജ്യം ചോദിച്ചാൽ ഏതാണ്? റഷ്യ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലോകത്തിലെ ആദ്യത്തെ സെൽഫ് പവർ ഇൻഡോർ എയർ ക്വാളിറ്റി മോണിറ്റർ സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ സെൽഫ് പവർ ഇൻഡോർ എയർ ക്വാളിറ്റി മോണിറ്റർ സ്ഥാപിച്ചത് എവിടെയാണ്? തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ്. ഈ മോണിറ്ററിന്റെ പേര് ചോദിച്ചാൽ ഏതാണ്? പവന ചിത്ര എന്നാണ് ഈ മോണിറ്ററിന്റെ പേര്. ഇത് തെയ്യത്തിന്റെ ആകൃതിയിലാണ് ഈ മോണിറ്റർ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ സെൽഫ് പവർ ഇൻഡോർ എയർ ക്വാളിറ്റി മോണിറ്റർ സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ്. ഈ മോണിറ്ററിന്റെ പേര് ചോദിച്ചാൽ എന്താണ്? പവന ചിത്ര എന്നാണ്. തെയ്യത്തിന്റെ ആകൃതിയിലാണ് ഈ മോണിറ്റർ നിർമ്മിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, 10ാമത് ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിന്റെ വേദി ചോദിച്ചാൽ എവിടെയാണ്? ഗുവാഹത്തി IIT ആസാം. അപ്പോൾ ആസാമിലെ ഗുവാഹത്തി IITയിലാണ് 10ാമത് ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ നടക്കുന്നത്. 10ാമത് ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിന്റെ വേദി എവിടെയാണ്? ആസാമിലെ ഗുവാഹത്തി IIT ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചന്ദ്രയാൻ 4 ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? റിഗോലിത്ത് എന്നറിയപ്പെടുന്ന ചന്ദ്രനിലെ മണ്ണ് ശേഖരിച്ച് ഭൂമിയിൽ എത്തിക്കുക എന്നതാണ് ചന്ദ്രയാൻ 4 ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം. അപ്പോൾ ചന്ദ്രയാൻ 4 ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം ചോദിച്ചാൽ എന്താണ്? റിഗോലിത്ത് എന്നറിയപ്പെടുന്ന ചന്ദ്രനിലെ മണ്ണ് ശേഖരിച്ച് ഭൂമിയിൽ എത്തിക്കുക എന്നതാണ് ചന്ദ്രയാൻ 4 ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം. നെക്സ്റ്റ്, ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായി നിയമിതയായ വ്യക്തിയാണ് വിജയ കിഷോർ രാഹത്കർ.
ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായി നിയമിതയായ വ്യക്തി ചോദിച്ചാൽ ആരാണ്? വിജയ കിഷോർ റാഹത്കർ ആണ്. ഇനി ദേശീയ വനിതാ കമ്മീഷൻ അംഗമായി പുതുതായി നിയമിതയായ വ്യക്തി ചോദിച്ചാൽ ആരാണ്? ഡോക്ടർ അർച്ചന മജുംദാർ ആണ്. അപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായി നിയമിതയായ വ്യക്തി ചോദിച്ചാൽ വിജയ കിഷോർ റാഹത്കറും, ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമായി പുതുതായി നിയമിതയായ വ്യക്തി ചോദിച്ചാൽ ആരാണ്? ഡോക്ടർ അർച്ചന മജുംദാറുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കെ രാഘവൻ മാസ്റ്റർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? എം ജയചന്ദ്രനാണ്. കെ രാഘവൻ മാസ്റ്റർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? എം ജയചന്ദ്രനാണ്. നെക്സ്റ്റ്, UNDPയുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ദരിദ്രർ ജീവിക്കുന്ന 5 രാജ്യങ്ങളാണ് ഇന്ത്യ, പാകിസ്ഥാൻ, എത്യോപ്യ, നൈജീരിയ, കോങ്കോ. അപ്പോൾ UNDPയുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ദരിദ്രർ ജീവിക്കുന്ന 5 രാജ്യങ്ങൾ ചോദിച്ചാൽ ഏതൊക്കെയാണ്? ഇന്ത്യ, പാകിസ്ഥാൻ, എത്യോപ്യ, നൈജീരിയ, കോങ്കോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇലക്ട്രിക് വാഹന വിൽപ്പനയിൽ കേരളത്തിന്റെ സ്ഥാനം ചോദിച്ചാൽ എത്രയാണ്? 3ാം സ്ഥാനമാണ്. ഇലക്ട്രിക് വാഹന വിൽപ്പനയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രാം സ്ഥാനമാണ്? 3ാം സ്ഥാനമാണ്. അപ്പോൾ 1ാം സ്ഥാനം ആർക്കാണ്? മഹാരാഷ്ട്രയ്ക്കും 2ാം സ്ഥാനം കർണാടകയ്ക്കുമാണ്. 1ാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്കും 2ാം സ്ഥാനം കർണാടകത്തിനുമാണ്. കേരളത്തിന്റെ സ്ഥാനം ചോദിച്ചാൽ എത്രയാണ്? 3 ആണ്. ഇലക്ട്രിക് വാഹന വിൽപ്പനയിൽ കേരളത്തിന്റെ സ്ഥാനം 3, 1ാം സ്ഥാനം മഹാരാഷ്ട്ര, 2ാം സ്ഥാനം കർണാടക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൽ പുതുതായി കണ്ടെത്തിയ സസ്യ സ്പീഷീസ് ഏതാണ്? യുജീനിയ ഏലപ്പാറൻസിസ് എന്ന ഒരു കുറ്റിച്ചെടിയാണ്. അപ്പോൾ കേരളത്തിൽ പുതുതായി കണ്ടെത്തിയ സസ്യ സ്പീഷീസിന്റെ പേരാണ് യുജീനിയ ഏലപ്പാറൻസിസ്. യുജീനിയ ഏലപ്പാറൻസിസ് ഇടുക്കി ജില്ലയിലെ ഏലപ്പാറയിൽ നിന്നാണിത് കണ്ടെത്തിയത്. അപ്പോൾ കേരളത്തിൽ പുതുതായി കണ്ടെത്തിയ സസ്യ സ്പീഷീസ് ചോദിച്ചാൽ ഏതാണ്? യുജീനിയ ഏലപ്പാറൻസിസ് എന്ന കുറ്റിച്ചെടിയാണ്. ഇടുക്കി ജില്ലയിലെ ഏലപ്പാറയിൽ നിന്നാണ് ഈ സസ്യത്തെ കണ്ടെത്തിയത്. ചാമ്പയും പേരയും ഒക്കെ ഉൾപ്പെടുന്ന മിർട്ടേസിയ കുടുംബത്തിൽപ്പെട്ട ഒരു കുറ്റിച്ചെടിയാണ് ഏത്? യുജീനിയ ഏലപ്പാറൻസിസ്. ഏത് കുടുംബത്തിലാണ്? മിർട്ടേസിയ കുടുംബത്തിൽ ഉൾപ്പെട്ട കുറ്റിച്ചെടിയാണ് യുജീനിയ ഏലപ്പാറൻസിസ്. നെക്സ്റ്റ്, ദണ്ഡിയാത്രയുടെ പശ്ചാത്തലത്തിൽ സുഭാഷ് ചന്ദ്രൻ എഴുതിയ നോവലിന്റെ പേരാണ് ജ്ഞാനസ്നാനം. ദണ്ഡിയാത്രയുടെ പശ്ചാത്തലത്തിൽ സുഭാഷ് ചന്ദ്രൻ എഴുതിയ നോവൽ ചോദിച്ചാൽ ഏതാണ്? ജ്ഞാനസ്നാനം. അപ്പോൾ ജ്ഞാനസ്നാനം എന്ന നോവൽ എഴുതിയത് ആരാണ്? സുഭാഷ് ചന്ദ്രനാണ്. ആ നോവലിന്റെ പശ്ചാത്തലം ചോദിച്ചാൽ ഏതാണ്? ദണ്ഡിയാത്രയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭിന്നശേഷിക്കാരായ യുവതി യുവാക്കളെ ഉൾപ്പെടുത്തി സർക്കാർ രൂപീകരിച്ച കലാസംഘത്തിന്റെ പേരാണ് റിതം. ഭിന്നശേഷിക്കാരായ യുവതി യുവാക്കളെ ഉൾപ്പെടുത്തി സർക്കാർ രൂപീകരിച്ച കലാസംഘത്തിന്റെ പേരെന്താണ്? റിതം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കർമ്മയോഗി മിഷന്റെ ഭാഗമായി മികച്ച സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ച പദ്ധതിയാണ് കർമ്മയോഗി സപ്താഹ്. അപ്പോൾ എന്താണ് കർമ്മയോഗി സപ്താഹ്? കർമ്മയോഗി മിഷന്റെ ഭാഗമായി മികച്ച സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ച പദ്ധതിയാണ് കർമ്മയോഗി സപ്താഹ്. നെക്സ്റ്റ്, കവി എ അയ്യപ്പൻ സ്മാരക ഫൗണ്ടേഷന്റെ ഈ വർഷത്തെ പുരസ്കാരം നേടിയ കൃതി ചോദിച്ചാൽ ഏതാണ്? പെണ്ണപ്പനെ എന്ന കൃതിയാണ്. പെണ്ണപ്പനെ എന്ന കവിതാ പുരസ്കാരത്തിനാണ് കവി എ അയ്യപ്പൻ സ്മാരക ഫൗണ്ടേഷന്റെ ഈ വർഷത്തെ പുരസ്കാരം നേടിയത്. ഇത് എഴുതിയത് ആരാണ്? ആദിയാണ് എഴുതിയത്. അപ്പോൾ കവി എ അയ്യപ്പൻ സ്മാരക ഫൗണ്ടേഷന്റെ ഈ വർഷത്തെ പുരസ്കാരം നേടിയ കൃതി ഏതാണ്? പെണ്ണപ്പനെ എന്നതാണ്. ഇതൊരു കവിതാ പുസ്തകമാണ്. അപ്പോൾ കവി എ അയ്യപ്പൻ സ്മാരക ഫൗണ്ടേഷന്റെ ഈ വർഷത്തെ പുരസ്കാരം നേടിയ കൃതി ചോദിച്ചാൽ ഏതാണ്? പെണ്ണപ്പന് എന്ന് പറയുന്ന കൃതിയാണ്. ഇതൊരു കവിതാ പുസ്തകമാണ്. ഇത് എഴുതിയത് ആരാണ്? ആദിയാണ് എഴുതിയത്. നെക്സ്റ്റ്, ഇന്തോനേഷ്യയുടെ പുതിയ പ്രസിഡന്റ് ചോദിച്ചാൽ ആരാണ്? പ്രാവോ സുബിയാന്തോ. ഇന്തോനേഷ്യയുടെ പുതിയ പ്രസിഡന്റാണ് പ്രാവോ സുബിയാന്തോ. ഇന്തോനേഷ്യയുടെ പുതിയ പ്രസിഡന്റിന്റെ പേരാണ് പ്രാവോ സുബിയാന്തോ.
കോഴിക്കോട് ജില്ലാ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനത്താകെ വ്യാപിപ്പിക്കുന്ന ക്ലിനിക്കിന്റെ പേരാണ് ഇ-മോചൻ ക്ലിനിക്ക്. കോഴിക്കോട് ജില്ലാ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനത്താകെ വ്യാപിപ്പിക്കുന്ന ക്ലിനിക്കിന്റെ പേര് ചോദിച്ചാൽ എന്താണ്? ഇ-മോചൻ ക്ലിനിക്ക് എന്നാണ്. നെക്സ്റ്റ് 2024 വനിതാ 2020 ലോകകപ്പ് ജേതാക്കൾ ചോദിച്ചാൽ ആരാണ്? ന്യൂസിലാൻഡ് ആണ്. 2024 വനിതാ 2020 ലോകകപ്പ് ജേതാക്കൾ ന്യൂസിലൻഡ് ആണ്. ഫൈനലിൽ ആരെയാണ് തോൽപ്പിച്ചത്? ദക്ഷിണാഫ്രിക്കയാണ് തോൽപ്പിച്ചത്. അപ്പോൾ ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ച് 2024 വനിതാ 2020 ലോകകപ്പ് കിരീട ജേതാക്കൾ നേടിയ ആരാണ്? ന്യൂസിലൻഡ് ആണ്. നെക്സ്റ്റ്, ഗുരുവായൂരപ്പൻ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹ സമിതിയുടെ 2023 കേളപ്പജി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? PV ചന്ദ്രൻ. ഗുരുവായൂരപ്പൻ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹ സമിതിയുടെ 2023 കേളപ്പജി പുരസ്കാരം ലഭിച്ചത് PV ചന്ദ്രനാണ്. നെക്സ്റ്റ്, സമഗ്ര ഭൂവിവര ഡിജിറ്റൽ സംവിധാനമുള്ള രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി മാറിയ സംസ്ഥാനമാണ് കേരളം. സമഗ്ര ഭൂവിവര ഡിജിറ്റൽ സംവിധാനമുള്ള രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി മാറിയ സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? കേരളം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എയർബസിന്റെ C295 വിമാനങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ടാറ്റ എയർക്രാഫ്റ്റ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? വഡോദരയിലാണ്. അപ്പോൾ എയർബസിന്റെ C295 വിമാനങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ടാറ്റ എയർക്രാഫ്റ്റ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഗുജറാത്തിലെ വഡോദരയിലാണ്. ഗുജറാത്തിലെ വഡോദരയിലാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ആരൊക്കെ ചേർന്നാണ് ഉദ്ഘാടനം ചെയ്തത്? നരേന്ദ്രമോദിയും പെട്രോ സാഞ്ചസും ചേർന്നിട്ടാണ് ഉദ്ഘാടനം ചെയ്തത്. പെട്രോ സാഞ്ചസും നരേന്ദ്രമോദിയും ചേർന്നാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. സ്പെയിനിന്റെ പ്രധാനമന്ത്രിയാണ് പെട്രോ സാഞ്ചസ്. സ്പെയിൻ പ്രധാനമന്ത്രിയാണ് പെട്രോ സാഞ്ചസ്. അപ്പൊ സ്പെയിൻ പ്രധാനമന്ത്രിയായ പെട്രോ സാഞ്ചസും നരേന്ദ്രമോദിയും ചേർന്നിട്ടാണ് വഡോദരയിൽ എയർക്രാഫ്റ്റ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്തത്. എന്താണ് പ്രത്യേകത? എയർബസിന്റെ C295 വിമാനങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ടാറ്റ എയർക്രാഫ്റ്റ് കോംപ്ലക്സ് ആണ് വഡോദരയിലുള്ളത്. ഉദ്ഘാടനം ചെയ്തത് ആരാണ്? നരേന്ദ്രമോദിയും പെട്രോ സാഞ്ചസുമാണ്. ഇതിൽ നിന്നുള്ള ആദ്യ വിമാനം പുറത്തിറങ്ങുന്നത് 2026 ആദ്യ വിമാനം നിർമ്മിക്കുന്നത് 2026 അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ UPI സംവിധാനം നടപ്പാക്കാൻ തീരുമാനിച്ച രാജ്യം ചോദിച്ചാൽ ഏതാണ്? മാലിദ്വീപ്. ഇന്ത്യയുടെ UPI സംവിധാനം നടപ്പിലാക്കാൻ തീരുമാനിച്ച രാജ്യമാണ് മാലിദ്വീപ്. അടുത്തത്, വിയറ്റ്നാമിന്റെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റ വ്യക്തിയാണ് ജനറൽ ലു ഓങ് കു ഓങ്. അപ്പോൾ വിയറ്റ്നാമിന്റെ പുതിയ പ്രസിഡന്റ് ആണ് ആര്? ജനറൽ ലു ഓങ് കു ഓങ്. ലു ഓങ് കു ഓങ് വിയറ്റ്നാമിന്റെ പുതിയ പ്രസിഡന്റ് ആണ് ജനറൽ ലു ഓങ് കു ഓങ്. നെക്സ്റ്റ്, ബ്രോഡ് ഇന്റർനെറ്റ് വേഗത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ എത്രയാണ്? 86. അപ്പൊ ബ്രോഡ് ഇന്റർനെറ്റ് വേഗത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ 86 ആണ്. ഒന്നാം സ്ഥാനം ചോദിച്ചാൽ ആരാണ്? സിംഗപ്പൂരാണ്. ബ്രോഡ് ഇന്റർനെറ്റ് വേഗത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 86. ഒന്നാം സ്ഥാനം ചോദിച്ചാൽ ആർക്കാണ്? സിംഗപ്പൂരിലാണ്. എന്നാൽ മൊബൈൽ ഇന്റർനെറ്റ് വേഗപ്പട്ടികയിൽ, ഇത് ബ്രോഡ് ഇന്റർനെറ്റ് വേഗമാണ്, മൊബൈൽ ഇന്റർനെറ്റ് വേഗപ്പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ എത്രയാണ്? 26. അതിൽ ഒന്നാം സ്ഥാനം ചോദിച്ചാൽ ഏതാണ്? UAE ആണ്. അപ്പോൾ ബ്രോഡ് ഇന്റർനെറ്റ് വേഗത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ 86ഉം മൊബൈൽ ഇന്റർനെറ്റ് വേഗപ്പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ 26ഉമാണ്. ബ്രോഡ് ഇന്റർനെറ്റ് വേഗത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 86. ഒന്നാം സ്ഥാനം ഏതാണ്? സിംഗപ്പൂർ. മൊബൈൽ ഇന്റർനെറ്റ് വേഗപ്പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 26. ഒന്നാം സ്ഥാനം ചോദിച്ചാൽ UAE. ഇനി ഇന്ത്യയുടെ ശരാശരി പ്രതിമാസ ഇന്റർനെറ്റ് ഉപയോഗം എത്രയാണ്? 30 GB ആണ്. ഇന്ത്യയിലെ ഒരു വ്യക്തിയുടെ പ്രതിമാസ ശരാശരി ഇന്റർനെറ്റ് ഉപയോഗം എന്ന് പറയുന്നത് 30 GB ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാവികസേനയുടെ പുതിയ ആണവോർജ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയാണ്
INS അരിതമൻ. അപ്പോൾ ഇന്ത്യൻ നാവികസേനയുടെ പുതിയ ആണവോർജ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയുടെ പേരാണ് INS അരിതമൻ. ഇത് നാവികസേനയുടെ നാലാമത്തെ ആണവോർജ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയാണ് INS അരിതമൻ. ഇതിന്റെ കോഡ് നാമം ചോദിച്ചാൽ ഏതാണ്? S4 എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യൻ നാവികസേനയുടെ പുതിയ ആണവോർജ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയുടെ പേര് ചോദിച്ചാൽ ഏതാണ്? INS അരിതമൻ എന്നാണ്. ഇത് നാവികസേനയുടെ നാലാമത്തെ ആണവോർജ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയാണ്. ഇതിന്റെ കോഡ് നാമം എന്താണ്? S4 എന്നാണ്. നെക്സ്റ്റ്, ഡ്രോൺ ഉപയോഗിച്ച് കത്തുകളും പാഴ്സലുകളും കൊണ്ടുപോകുന്ന സംവിധാനമായ കേന്ദ്ര തപാൽ വകുപ്പിന്റെ പുതിയ പരീക്ഷണം നടത്തിയ സംസ്ഥാനം ചോദിച്ചാൽ എവിടെയാണ്? അരുണാചൽ പ്രദേശ്. അപ്പോൾ അരുണാചൽ പ്രദേശിലാണ് ഡ്രോൺ ഉപയോഗിച്ച് കത്തുകളും പാഴ്സലുകളും കൊണ്ടുപോകുന്ന സംവിധാനമായ കേന്ദ്ര തപാൽ വകുപ്പിന്റെ പുതിയ പരീക്ഷണം നടത്തിയ സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? അരുണാചൽ പ്രദേശാണ്. നെക്സ്റ്റ്, പുതിയ സംസ്ഥാന റോഡ് സുരക്ഷാ കമ്മീഷണറായി നിയമിതയായ വ്യക്തിയാണ് നിതിൻ അഗർവാൾ. റോഡ് സുരക്ഷാ കമ്മീഷണറായി നിയമിതയായ വ്യക്തിയാണ് നിതിൻ അഗർവാൾ. സംസ്ഥാനത്തെ പുതിയ റോഡ് സുരക്ഷാ കമ്മീഷണറായി നിയമിതയായ വ്യക്തി ആരാണ്? നിതിൻ അഗർവാൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ വീശിയടിച്ച ചുഴലിക്കാറ്റാണ് ഡാന. അപ്പോൾ 2024 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിന്റെ പേരെന്താണ്? ഡാന എന്നാണ്. ഡാന എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ചോദിച്ചാൽ ഏതാണ്? ഖത്തറാണ്. ഡാന എന്ന വാക്കിനർത്ഥം ചോദിച്ചാൽ ഉദാരത എന്നാണ്. ഉദാരത. ദാന എന്ന ചുഴലിക്കാറ്റിന്റെ അർത്ഥം ചോദിച്ചാൽ ഉദാരത എന്നാണ്. അതേപോലെ ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലാണ് ഈ ചുഴലിക്കാറ്റ് ഭീഷണി നേരിടുന്നത്. അപ്പോൾ 2024 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിന്റെ പേരാണ് ഡാന. ഈ ഡാന എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ചോദിച്ചാൽ ഏതാണ്? ഖത്തറാണ്. ഡാന എന്ന വാക്കിന്റെ അർത്ഥം ചോദിച്ചാൽ എന്താണ്? ഉദാരത എന്നാണ്. ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലാണ് ഡാന ചുഴലിക്കാറ്റ് ഭീഷണി നേരിടുന്നത്. അടുത്തത്, ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരം ചോദിച്ചാൽ ഏതാണ്? ലാഹോർ. അപ്പോൾ ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരം ഏതാണ്? ലാഹോർ. നെക്സ്റ്റ്, വിദേശ നിക്ഷേപകരെ ആകർഷിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനമായ രാജ്യങ്ങളാണ് ദുബായും അബുദാബിയും. അപ്പോൾ വിദേശ നിക്ഷേപകരെ ആകർഷിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനം ചോദിച്ചാൽ ദുബായ്ക്കും അബുദാബിക്കുമാണ്. അപ്പോൾ വിദേശ നിക്ഷേപകരെ ആകർഷിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനം ദുബായും അബുദാബിയും. നെക്സ്റ്റ്, ചന്ദ്രനിൽ ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കാനുള്ള യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ പദ്ധതിയാണ് മൂൺ ലൈറ്റ്യൂർ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് നാവിഗേഷൻ സർവീസ്. ചന്ദ്രനിൽ ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കാനുള്ള യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ പദ്ധതിയാണ് മൂൺ ലൈറ്റ്യൂർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നാവിഗേഷൻ സർവീസ്. അടുത്ത ക്വസ്റ്റ്യൻ, WHO പുതുതായി മലേറിയ മുക്ത രാജ്യമായി പ്രഖ്യാപിച്ച രാജ്യമാണ് ഈജിപ്ത്. അപ്പോൾ WHO പുതുതായി മലേറിയ മുക്ത രാജ്യമായിട്ട് പ്രഖ്യാപിച്ച രാജ്യം ചോദിച്ചാൽ ഏതാണ്? ഈജിപ്ത്. നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യ ബഷീർ മ്യൂസിയത്തിന്റെ പേരെന്താണ്? മതിലുകൾ. അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ബഷീർ മ്യൂസിയം വരുന്നു. എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ ദയാപുരത്താണ് ഇതിന് നിലവിൽ വന്നത്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ബഷീർ മ്യൂസിയത്തിന്റെ പേരെന്താണ്? മതിലുകൾ എന്നാണ്. ഇത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ ദയാപുരത്താണ്. കേരളത്തിലെ ആദ്യത്തെ ബഷീർ മ്യൂസിയത്തിന്റെ പേരാണ് മതിലുകൾ. കോഴിക്കോട് ജില്ലയിലെ ദയാപുരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ്, ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ രാജ്യത്തെ ആദ്യ ഗ്രാമം ചോദിച്ചാൽ ഏതാണ്? ഉജ്ജാർ ഉലുവാർ. ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ രാജ്യത്തെ ആദ്യ ഗ്രാമമാണ് ഉജ്ജാർ ഉലുവാർ. കാസർഗോഡ് ജില്ലയിലെ കുമ്പള പഞ്ചായത്തിലുള്ള ഒരു ഗ്രാമമാണ് ഉജ്ജാർ ഉലുവാർ. ഉജ്ജാർ ഉലുവാർ എന്ന ഗ്രാമത്തിന്റെ പ്രത്യേകത എന്താണ്? ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ രാജ്യത്തെ ആദ്യ ഗ്രാമമാണ് ഉജ്ജാർ ഉലുവാർ. ഇത് ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിലാണ്, കുമ്പള പഞ്ചായത്തിലാണ്. നെക്സ്റ്റ്, വെയ്ക്സിംഗ് പേയ്മെന്റ് എന്ന പണമിടപാട് സംവിധാനം അവതരിപ്പിച്ച രാജ്യമാണ് ചൈന. വെയ്ക്സിംഗ്
പാം പേയ്മെന്റ് എന്ന പണമിടപാട് സംവിധാനം അവതരിപ്പിച്ച രാജ്യം ഏതാണ്? ചൈന. അടുത്ത ക്വസ്റ്റ്യൻ, ബഹിരാകാശത്ത് വെച്ച് പൊട്ടിത്തെറിച്ച ബോയിങ് കമ്പനിയുടെ ഉപഗ്രഹത്തിന്റെ പേരാണ് ഇൻസാറ്റ് 33E. അപ്പോൾ ബഹിരാകാശത്ത് വെച്ച് പൊട്ടിത്തെറിച്ച ബോയിങ് കമ്പനിയുടെ ഉപഗ്രഹത്തിന്റെ പേരെന്താണ്? ഇൻസാറ്റ് 33E. ബഹിരാകാശത്ത് വെച്ച് പൊട്ടിത്തെറിച്ച ബോയിങ് കമ്പനിയുടെ ഉപഗ്രഹത്തിന്റെ പേരാണ് ഇൻസാറ്റ് 33E. അടുത്ത ക്വസ്റ്റ്യൻ, ലിസ്റ്റ് എ ക്രിക്കറ്റിലെ അതിവേഗ ഇരട്ട സെഞ്ചുറിയുടെ റെക്കോർഡ് സ്വന്തമാക്കിയ ന്യൂസിലൻഡ് താരമാണ് ചാഡ് ബോബ്സ്. ലിസ്റ്റ് എ ക്രിക്കറ്റിലെ അതിവേഗ ഇരട്ട സെഞ്ചുറിയുടെ റെക്കോർഡ് സ്വന്തമാക്കിയ ന്യൂസിലൻഡ് താരം ഏതാണ്? ചാഡ് ബോബ്സ്. നെക്സ്റ്റ്, അടുത്തിടെ അന്തരിച്ച പ്രശസ്ത കഥകളി ആചാര്യനാണ് നരിപ്പറ്റ നാരായണൻ നമ്പൂതിരി. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത കഥകളി ആചാര്യൻ ആരാണ്? നരിപ്പറ്റ നാരായണൻ നമ്പൂതിരി. അപ്പോൾ നരിപ്പറ്റ നാരായണൻ നമ്പൂതിരി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നെക്സ്റ്റ് നോക്കാം, സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ കോർപ്പറേഷൻ. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ കോർപ്പറേഷൻ ചോദിച്ചാൽ ഏതാണ്? കോഴിക്കോട് കോർപ്പറേഷൻ ആണ്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ കോർപ്പറേഷൻ ആണ് കോഴിക്കോട് കോർപ്പറേഷൻ. ഇനി ആദ്യ ഡിജിറ്റൽ സാക്ഷരത വാർഡ് ചോദിച്ചാൽ ഏതാണ്? ചെലവൂർ ആണ്. ചെലവൂർ. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ കോർപ്പറേഷൻ ആണ് കോഴിക്കോട് കോർപ്പറേഷൻ. ആദ്യ ഡിജിറ്റൽ സാക്ഷരത വാർഡ് ചോദിച്ചാൽ ഏതാണ്? ചെലവൂർ ആണ്. ചെലവൂർ. നെക്സ്റ്റ്, ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ എത്രയാണ്? 125. ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 125. ഒന്നാം സ്ഥാനം ആർക്കാണ്? അർജന്റീനയ്ക്കാണ്. ഒന്നാം സ്ഥാനം അർജന്റീനയ്ക്കാണ്. അപ്പോൾ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 125. ഒന്നാം സ്ഥാനം ചോദിച്ചാൽ ഏത് രാജ്യത്തിനാണ്? അർജന്റീനയ്ക്കാണ്. അടുത്തതായി, എലിപ്പനി പ്രതിരോധത്തിനായി ആരംഭിച്ച പ്രചാരണത്തിന്റെ പേരാണ് ഡോക്സിവാൻ. അപ്പോൾ എന്താണ് ഡോക്സിവാൻ? എലിപ്പനി പ്രതിരോധത്തിനായിട്ട് ആരംഭിച്ച പ്രചാരണത്തിന്റെ പേരാണ് ഡോക്സിവാൻ. എലിപ്പനി പ്രതിരോധത്തിനായി ആരംഭിച്ച പ്രചാരണത്തിന്റെ പേരാണ് ഡോക്സിവാൻ. ഇത് ആദ്യം നടപ്പിലാക്കുന്നത് ഏത് ജില്ലയിലാണ്? കോട്ടയം ജില്ലയിലാണ്. അപ്പോൾ എലിപ്പനി പ്രതിരോധത്തിനായി ആരംഭിച്ച പ്രചാരണത്തിന്റെ പേരാണ് ഡോക്സിവാൻ. ഇത് ആദ്യമായിട്ട് നടപ്പിലാക്കുന്നത് കോട്ടയം ജില്ലയിലാണ്. നെക്സ്റ്റ്, ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലെ ഇന്ത്യൻ പനോരമയുടെ ഉദ്ഘാടന ചിത്രം ചോദിച്ചാൽ ഏതാണ്? സ്വതന്ത്ര വീർ സവർക്കർ. ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലെ ഇന്ത്യൻ പനോരമയുടെ ഉദ്ഘാടന ചിത്രമാണ് സ്വതന്ത്ര വീർ സവർക്കർ. സ്വതന്ത്ര വീർ സവർക്കർ. ഇനി നോൺ ഫീച്ചർ വിഭാഗത്തിലെ ഉദ്ഘാടന ചിത്രം ചോദിച്ചാൽ ഏതാണ്? ഖഡർ ജൈസകുച്ച്. ഇതൊരു ലഡാക്കി ചിത്രമാണ്. അപ്പോൾ നോൺ ഫീച്ചർ വിഭാഗത്തിലെ ഉദ്ഘാടന ചിത്രം ചോദിച്ചാൽ ഏതാണ്? ഖഡർ ജൈസകുച്ച്. ഇതൊരു ലഡാക്കി ചിത്രമാണ്. ഇന്ത്യൻ പനോരമയിലെ ഉദ്ഘാടന ചിത്രം ചോദിച്ചാൽ സ്വതന്ത്ര വീർ സവർക്കർ ആണ്. അതേപോലെ ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലേക്ക് പ്രദർശിപ്പിക്കുന്ന മലയാള ചിത്രങ്ങൾ ചോദിച്ചാൽ, അല്ലെങ്കിൽ ഉൾപ്പെട്ട മലയാള ചിത്രങ്ങൾ ചോദിച്ചാൽ ഏതൊക്കെയാണ്? ആടുജീവിതം, ഭ്രമയുഗം, ലെവൽ ക്രോസ്. ഈ ലെവൽ ക്രോസ് എന്ന് പറയുന്ന ഇന്ത്യൻ പനോരമ വിഭാഗത്തിലും മഞ്ഞുമൽ ബോയ്സ് മുഖ്യധാര വിഭാഗത്തിലുമാണ്. അപ്പോൾ ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലെ ഇന്ത്യൻ പനോരമയുടെ ഉദ്ഘാടന ചിത്രം ചോദിച്ചാൽ ഏതാണ്? സ്വതന്ത്ര വീർ സവർക്കർ ആണ്. നോൺ ഫീച്ചർ വിഭാഗത്തിലെ ഉദ്ഘാടന ചിത്രമാണ് ഖഡർ ജൈസകുച്ച്. ഇതൊരു ലഡാക്കി ചിത്രമാണ്. ഇനി മലയാള ചിത്രങ്ങൾ, അതായത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലെ മലയാള ചിത്രങ്ങൾ ചോദിച്ചാൽ ഏതൊക്കെയാണ്? ആടുജീവിതം, ഭ്രമയുഗം, ലെവൽ ക്രോസ്. അത് ഇന്ത്യൻ പനോരമ വിഭാഗത്തിലും മഞ്ഞുമൽ ബോയ്സ് മുഖ്യധാര വിഭാഗത്തിലുമാണ്. നെക്സ്റ്റ്, 11ാമത് OV വിജയൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? കുഴൂർ വിൽസൺ ആണ്. 11ാമത് OV വിജയൻ സാഹിത്യ പുരസ്കാരം. 11ാമത് OV വിജയൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? കുഴൂർ വിൽസൺ ആണ്. അദ്ദേഹത്തിന്റെ ഇന്ന് ഞാൻ നാളെ നീ ആൻ്റപ്പൻ എന്ന കവിതയ്ക്കാണ് എന്തോന്ന് കിട്ടിയത്? OV വിജയൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ 11ാമത് OV വിജയൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? കുഴൂർ വിൽസൺ ആണ്. കുഴൂർ വിൽസൺ ആണ്. ഇന്ന് ഞാൻ നാളെ നീ ആൻ്റപ്പൻ എന്ന് പറയുന്ന കവിതയ്ക്കാണ് OV വിജയൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അടുത്തത്, കേരളത്തിൽ ആനക്കാൽ വാട്ടർ സ്പൗട്ട് പ്രതിഭാസം. ആനക്കാൽ വാട്ടർ
സ്പൗട്ട് പ്രതിഭാസം രൂപപ്പെട്ടത് എവിടെയാണ്? വിഴിഞ്ഞം കടലിലാണ്. കേരളത്തിൽ ആനക്കാൽ വാട്ടർ സ്പൗട്ട് പ്രതിഭാസം രൂപപ്പെട്ടത് എവിടെയാണ്? വിഴിഞ്ഞം കടലിലാണ്. നെക്സ്റ്റ്, കേരളത്തിന്റെ പുതിയ സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസറായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് പ്രണബ് ജ്യോതിനാഥ്. കേരളത്തിന്റെ പുതിയ സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസറായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് പ്രണബ് ജ്യോതിനാഥ്. നെക്സ്റ്റ്, പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരമുള്ള പുതിയ വായ്പാ പരിധി ചോദിച്ചാൽ 20 ലക്ഷം രൂപയാണ്. അപ്പോൾ പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരമുള്ള പുതിയ വായ്പാ പരിധി എത്ര രൂപയാണ്? 20 ലക്ഷം രൂപയാണ്. ഇതിനു മുമ്പ് ഇത് 10 ലക്ഷം രൂപയായിരുന്നേ. 10 ലക്ഷം മുമ്പേ ആയിരുന്നു ഇതിനു മുമ്പുള്ള വായ്പാ പരിധി എന്ന് പറയുന്നത്. എന്താണ് പ്രധാനമന്ത്രി മുദ്രാ യോജന? ചെറുകിട സംരംഭകർക്ക് ബാങ്ക് വഴി വായ്പ നൽകുന്ന പദ്ധതിയാണ് ഏത്? പ്രധാനമന്ത്രി മുദ്രാ യോജന. അതിൻ്റെ പുതുക്കിയ വായ്പാ പരിധി ചോദിച്ചാൽ 20 ലക്ഷം രൂപ. മുമ്പ് എത്രയായിരുന്നു? 10 ലക്ഷം രൂപയായിരുന്നു. അതേപോലെ പ്രധാനമന്ത്രി മുദ്രാ യോജന ആരംഭിച്ച വർഷം എന്നാണ്? 2015 ഇത് ആരംഭിച്ചത്. ഈ മുദ്ര എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം എന്തോന്നാണ്? മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി എന്നാണ്. മുദ്രയുടെ ഫുൾ ഫോം ചോദിച്ചാൽ മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി എന്നാണ്. അപ്പോൾ പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരമുള്ള പുതിയ വായ്പാ പരിധിയാണ് 20 ലക്ഷം രൂപയാണ്. മുമ്പ് ഇത് 10 ലക്ഷം രൂപയായിരുന്നു. ചെറുകിട സംരംഭകർക്ക് ബാങ്ക് വായ്പ നൽകുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്രാ യോജന. 2015 ഈ പദ്ധതി ആരംഭിച്ചത്. നെക്സ്റ്റ്, 2024 ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ചോദിച്ചാൽ ആരാണ്? മഹേന്ദ്ര സിംഗ് ധോണിയാണ്. 2024 ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് മഹേന്ദ്ര സിംഗ് ധോണി. അപ്പോൾ 2024 ഏത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായാണ് മഹേന്ദ്ര സിംഗ് ധോണിയെ തെരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ ഏത് സ്റ്റേറ്റ് ആണ്? ജാർഖണ്ഡ് ആണ്. ജാർഖണ്ഡ്. നെക്സ്റ്റ്, 8000 വർഷങ്ങൾക്ക് ശേഷം ഭൂമിയിൽ നിന്നും ദൃശ്യമായ വാൽ നക്ഷത്രത്തിന്റെ പേരാണ് സൂജിൻ ഷാൻ. 8000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ നിന്നും ദൃശ്യമായ വാൽ നക്ഷത്രത്തിന്റെ പേരെന്താണ്? സൂജിൻ ഷാൻ. സൂജിൻ ഷാൻ. അടുത്തത്, ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഗുണനിലവാര പരിശോധനയിൽ സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം നേടിയ ആയുർവേദ കോളേജാണ് കോട്ടക്കൽ ആയുർവേദ കോളേജ്. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഗുണനിലവാര പരിശോധനയിൽ സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം നേടിയ ആയുർവേദ കോളേജാണ് കോട്ടക്കൽ ആയുർവേദ കോളേജ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റിനായി വിക്ഷേപിക്കുന്ന ഉപഗ്രഹങ്ങളുടെ പേരാണ് ചേസർ, ടാർജറ്റ്. ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റിനായി വിക്ഷേപിക്കുന്ന ഉപഗ്രഹങ്ങളുടെ പേരാണ് ചേസർ, ടാർജറ്റ്. ഇത് തിരുവനന്തപുരം കിൻഫ്ര പാർക്കിലെ അനന്ത ടെക്നോളജീസിന്റെ ബാംഗ്ലൂരു കേന്ദ്രത്തിലാണ് ഇത് നിർമ്മിച്ചത്. അനന്ത ടെക്നോളജീസ്. അനന്ത ടെക്നോളജീസിന്റെ അപ്പോൾ ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റിനായി വിക്ഷേപിക്കുന്ന ഉപഗ്രഹങ്ങളുടെ പേരാണ് ചേസർ, ടാർജറ്റ്. തിരുവനന്തപുരം കിൻഫ്ര പാർക്കിലെ അനന്ത ടെക്നോളജീസിന്റെ ബാംഗ്ലൂരു കേന്ദ്രത്തിലാണ് ഇത് നിർമ്മിച്ചത്. ഗഗയാൻ ദൗത്യത്തിന്റെ മുന്നോടിയായിട്ടാണ് ഈ പരീക്ഷണം അല്ലെങ്കിൽ ഈ വിക്ഷേപണം എന്ന് പറയുന്നത് ഗഗയാൻ ദൗത്യത്തിന്റെ മുന്നോടിയായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റിനായി വിക്ഷേപിക്കുന്ന ഉപഗ്രഹങ്ങളുടെ പേര് ചോദിച്ചാൽ ഏതാണ്? ചേസർ, ടാർജറ്റ്. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ സൈനിക വിമാന അസംബ്ലി ലൈൻ പണിശാല സ്ഥാപിതമായത് എവിടെയാണ്? വഡോദരയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ സൈനിക വിമാന അസംബ്ലി ലൈൻ പണിശാല. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ സൈനിക വിമാന അസംബ്ലി ലൈൻ പണിശാല സ്ഥാപിതമായത് എവിടെയാണ്? വഡോദരയിലാണ്. വഡോദരയിൽ. അടുത്ത ക്വസ്റ്റ്യൻ, വയോജനങ്ങൾക്കായി ഹാപ്പിനെസ് പാർക്ക് രൂപീകരിച്ച നഗരസഭ ചോദിച്ചാൽ ഏതാണ്? നെയ്യാറ്റിൻകര നഗരസഭയാണ്. വയോജനങ്ങൾക്കായി ഹാപ്പിനെസ് പാർക്ക് രൂപീകരിച്ച നഗരസഭയാണ് നെയ്യാറ്റിൻകര നഗരസഭ. വയോജനങ്ങൾക്കായി ഹാപ്പിനെസ് പാർക്ക് രൂപീകരിച്ച നഗരസഭയാണ് നെയ്യാറ്റിൻകര നഗരസഭ. നെക്സ്റ്റ്, സർക്കാർ ആശുപത്രികളിൽ
ക്ലിനിക്ക് ഓൺ ക്ലൗഡ് എന്നറിയപ്പെടുന്ന ഹെൽത്ത് ATM നിലവിൽ വരുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അപ്പോൾ സർക്കാർ ആശുപത്രികളിൽ ക്ലിനിക്ക് ഓൺ ക്ലൗഡ് എന്നറിയപ്പെടുന്ന ഹെൽത്ത് ATM നിലവിൽ വരുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? മഹാരാഷ്ട്ര. അടുത്ത ക്വസ്റ്റ്യൻ, ലോക അണ്ടർ 23 ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരമാണ് ചിരാഗ് ചിക്കാർ. ലോക അണ്ടർ 23 ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരമാണ് ചിരാഗ് ചിക്കാർ. ലോക അണ്ടർ 23 ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന മൂന്നാമത്തെ ഇന്ത്യൻ താരമാണ് ചിരാഗ് ചിക്കാർ. എത്രാമത്തെയാണ്? മൂന്നാമത്തെ ഇന്ത്യൻ താരമാണ് ചിരാഗ് ചിക്കാർ. മറ്റു രണ്ടുപേർ ആരൊക്കെയാണ്? അമൻ ഷെറാവത്തും റീത്ത ഹൂട്ട. അപ്പോൾ ലോക അണ്ടർ 23 ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരമാണ് ചിരാഗ് ചിക്കാർ. ഇദ്ദേഹം മൂന്നാമത്തെ ഇന്ത്യൻ താരമാണ്. അമൻ ഷെറാവത്ത്, റീത്ത ഹൂട്ട എന്നിവരാണ് മറ്റു രണ്ടു പേര്. നെക്സ്റ്റ്, സവ്യസാചിയായ കർമ്മയോഗി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ചോദിച്ചാൽ ആരാണ്? PS ശ്രീധരൻ പിള്ളയാണ്. സവ്യസാചിയായ കർമ്മയോഗി എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് PS ശ്രീധരൻ പിള്ള. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായത് PR ശ്രീജേഷ് ആണ്. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? PR ശ്രീജേഷ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തിടെ അന്തരിച്ച സ്വകാര്യത മൗലികാവകാശമാക്കാൻ പോരാടിയ കർണാടക ഹൈക്കോടതി മുൻ ജഡ്ജിയാണ് ജസ്റ്റിസ് KS പുട്ടസ്വാമി. അടുത്തിടെ അന്തരിച്ച സ്വകാര്യത മൗലികാവകാശമാക്കാൻ പോരാടിയ കർണാടക ഹൈക്കോടതി മുൻ ജഡ്ജിയാണ് ജസ്റ്റിസ് KS പുട്ടസ്വാമി. ഇദ്ദേഹം ആന്ധ്രാപ്രദേശിന്റെ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതേപോലെ ആധാർ പദ്ധതിയുടെ ഭരണഘടനാ സാധുത പരിശോധിച്ച വ്യക്തി കൂടിയാണ് ആര്? ജസ്റ്റിസ് KS പുട്ടസ്വാമി. ആധാർ പദ്ധതിയുടെ ഭരണഘടനാ സാധുത. അപ്പോൾ ആധാർ പദ്ധതിയുടെ ഭരണഘടനാ സാധുത പരിശോധിച്ച വ്യക്തിയാണ് ജസ്റ്റിസ് KS പുട്ടസ്വാമി. അടുത്തിടെ അന്തരിച്ച സ്വകാര്യത മൗലികാവകാശമാക്കാൻ പോരാടിയ കർണാടക ഹൈക്കോടതി മുൻ ജഡ്ജിയാണ് KS പുട്ടസ്വാമി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2024 വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ വനിതാ ഹോക്കി താരം ചോദിച്ചാൽ ആരാണ്? റാണി റാംപാൽ. 2024 വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ വനിതാ ഹോക്കി താരമാണ് റാണി റാംപാൽ. ഇനി ഈ റാണി റാംപാലിന് അർജുന അവാർഡ്, പത്മശ്രീ, രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. റാണി റാംപാലിന് അർജുന അവാർഡ് ലഭിച്ച വർഷം ചോദിച്ചാൽ എന്നാണ്? 2016 2016 റാണി റാംപാലിന് അർജുന അവാർഡ് ലഭിച്ചത്. അതുപോലെ 2020 പത്മശ്രീയും KL രത്നയും കിട്ടി. പത്മശ്രീയും KL രത്നയും മാർക്ക് കിട്ടി, റാണി റാംപാലിന് കിട്ടി. അപ്പോൾ 2024 വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ വനിതാ ഹോക്കി താരം ചോദിച്ചാൽ ആരാണ്? റാണി റാംപാലാണ്. റാണി റാംപാലിന് അർജുന അവാർഡ് കിട്ടിയ വർഷം ചോദിച്ചാൽ 2016. അതേപോലെ പത്മശ്രീ ലഭിച്ചത് എന്നാണ്? 2020 പത്മശ്രീ ലഭിച്ചത്. അതേപോലെ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് മാർക്ക് കിട്ടിയിട്ടുണ്ട്, റാണി റാംപാലിന് കിട്ടിയിട്ടുണ്ട് എന്നാണ്? 2020. അതേപോലെ 2019 വേൾഡ് അത്ലറ്റിക് ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി കൂടിയാണ് ആര്? റാണി റാംപാൽ. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ഓവറോൾ ചാമ്പ്യന്മാർക്ക് നൽകുന്ന പുതിയ ട്രോഫിയുടെ പേരാണ് ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി. സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ഓവറോൾ ചാമ്പ്യന്മാർക്ക് നൽകുന്ന പുതിയ ട്രോഫിയുടെ പേരെന്താണ്? ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി. നെക്സ്റ്റ്, കുടുംബശ്രീയുടെ സേവനങ്ങൾ സ്മാർട്ട് ഫോണിൽ ലഭ്യമാക്കുന്ന ആപ്പിന്റെ പേരാണ് പോക്കറ്റ് മാർട്ട് ആപ്പ്. കുടുംബശ്രീയുടെ സേവനങ്ങൾ സ്മാർട്ട് ഫോണിൽ ലഭ്യമാക്കുന്ന ആപ്പിന്റെ പേരാണ് പോക്കറ്റ് മാർട്ട് ആപ്പ്.
നെക്സ്റ്റ്, ആഗോള പ്രകൃതി സംരക്ഷണ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 170. ആഗോള പ്രകൃതി സംരക്ഷണ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ എത്രയാണ്? 176. ടോട്ടൽ എത്ര രാജ്യങ്ങളുണ്ടായിരുന്നു? 180 രാജ്യങ്ങളുണ്ടായിരുന്നേ. ആഗോള പ്രകൃതി സംരക്ഷണ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 176. ടോട്ടൽ എത്ര രാജ്യങ്ങളുണ്ടായിരുന്നു? 180 രാജ്യങ്ങളുണ്ടായിരുന്നു. ഒന്നാം സ്ഥാനം ആർക്കാണ്? ലക്സംബർഗിനാണ്. രണ്ടാം സ്ഥാനം എസ്തോണിയ. മൂന്നാം സ്ഥാനം ചോദിച്ചാൽ ഏതാണ്? മൂന്നാം സ്ഥാനം ഡെൻമാർക്കിനാണ്. ഡെൻമാർക്കാണ് മൂന്നാം സ്ഥാനം. അതേപോലെ ഏഷ്യൻ രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനം ചോദിച്ചാൽ ജപ്പാനാണ്. ഏഷ്യൻ രാജ്യങ്ങളിൽ ഒന്നാമത് ജപ്പാനാണ്, 37ാമത്. ആഗോള പ്രകൃതി സംരക്ഷണ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 176. ടോട്ടൽ 180 രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്നാം സ്ഥാനം ലക്സംബർഗിനും രണ്ടാം സ്ഥാനം എസ്തോണിയയ്ക്കും മൂന്നാം സ്ഥാനം ഡെൻമാർക്കിനുമാണ്. ഏഷ്യൻ രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനം ചോദിച്ചാൽ ഏതാണ്? ജപ്പാനാണ്, 37ാമതാണ് റാങ്ക് ജപ്പാൻ. നെക്സ്റ്റ്, US-ലെ ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ 2024 വർഷത്തിലെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്കായി തിരഞ്ഞെടുക്കപ്പെട്ട ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ US-ലെ ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ 2024 വർഷത്തിലെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്കായി തിരഞ്ഞെടുക്കപ്പെട്ട ബാങ്ക് ചോദിച്ചാൽ ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. നെക്സ്റ്റ്, 2024 ലോക ക്ഷീര ഉച്ചകോടിയുടെ വേദി ഏതാണ്? പാരീസ്. 2024 ലോക ക്ഷീര ഉച്ചകോടിയുടെ വേദി പാരീസ് ആണ്. 2024 ലോക ക്ഷീര ഉച്ചകോടിയുടെ വേദി ഏതാണ്? പാരീസ്. നെക്സ്റ്റ്, മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ പരിരക്ഷ ലക്ഷ്യമിട്ടുള്ള ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വയോധികർക്ക് നൽകുന്ന കാർഡിന്റെ പേരാണ് വയാ വന്ദന കാർഡ്. മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ പരിരക്ഷ ലക്ഷ്യമിട്ടിട്ടുള്ള ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വയോധികർക്ക് നൽകുന്ന കാർഡിന്റെ പേരാണ് വയാ വന്ദന കാർഡ്. 70 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്കാണ് ഇതിന്റെ സേവനം ലഭ്യമാക്കുന്നത്. 5 ലക്ഷം രൂപയാണ് ഇൻഷുറൻസ് ലഭിക്കുന്നത്. 70 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്ക് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് ആണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന, ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം ലഭിക്കുന്നത്. അപ്പോൾ മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ പരിരക്ഷ ലക്ഷ്യമിട്ടുള്ള ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വയോധികർക്ക് നൽകുന്ന കാർഡിന്റെ പേരാണ് വയ വന്ദന കാർഡ്. എത്ര രൂപയാണ് ആരോഗ്യ ഇൻഷുറൻസ്? 5 ലക്ഷം രൂപയാണ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് 2024 ബാലൻ ഡിയോർ പുരസ്കാരമാണ്. 2024 ബാലൻ ഡിയോർ പുരസ്കാരത്തിൽ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ട താരമാണ് റോഡ്രി. മാഞ്ചസ്റ്റർ സിറ്റിയുടെ റോഡ്രിയാണ് മികച്ച പുരുഷ താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതേപോലെ 2024 ബാലൻ ഡിയോർ പുരസ്കാരം മികച്ച വനിതാ താരം ചോദിച്ചാൽ ആരാണ്? ഐറ്റാന ബോൺമാറ്റി. ബാഴ്സലോണയുടെ ഐറ്റാന ബോൺമാറ്റിയാണ് മികച്ച വനിതാ താരം. അപ്പോൾ 2024 ബാലൻ ഡിയോർ പുരസ്കാരം മികച്ച പുരുഷ താരം ചോദിച്ചാൽ റോഡ്രി, മാഞ്ചസ്റ്റർ സിറ്റിയുടെ റോഡ്രിയും. മികച്ച വനിതാ താരം ചോദിച്ചാൽ ആരാണ്? ഐറ്റാന ബോൺമാറ്റി, ബാഴ്സലോണയുടെ ഐറ്റാന ബോൺമാറ്റിയുമാണ്. ഇനി മികച്ച യുവതാരം ചോദിച്ചാൽ ലാമിൻ യമാൽ, ബാഴ്സലോണയുടെ ലാമിൻ യമാലാണ് മികച്ച യുവതാരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ മികച്ച പുരുഷ താരം ചോദിച്ചാൽ റോഡ്രി, മികച്ച വനിതാ താരം ചോദിച്ചാൽ ഐറ്റാന ബോൺമാറ്റി, മികച്ച യുവതാരം ചോദിച്ചാൽ ആരാണ്? ലാമിൻ യമാലാണ്. മികച്ച പുരുഷ കോച്ച് ചോദിച്ചാൽ കാർലോ ആൻസിലോട്ടി, റയൽ മാഡ്രിഡിന്റെ കോച്ചായ കാർലോ ആൻസിലോട്ടിയാണ് 2024 ബാലൻ ഡിയോർ പുരസ്കാരത്തിൽ മികച്ച പുരുഷ കോച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത മികച്ച വനിതാ കോച്ച് ചോദിച്ചാൽ ആരാണ്? എമ്മ ഹെയ്സ്, അമേരിക്കയുടെ എമ്മ ഹെയ്സ് ആണ് മികച്ച വനിതാ കോച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച പുരുഷ ക്ലബ്ബ് ചോദിച്ചാൽ ഏതാണ്? റയൽ മാഡ്രിഡ്. മികച്ച പുരുഷ ക്ലബ്ബ് ചോദിച്ചാൽ റയൽ മാഡ്രിഡും മികച്ച വനിതാ ക്ലബ്ബ് ചോദിച്ചാൽ ഏതാണ്? ബാഴ്സലോണയുമാണ്. മികച്ച പുരുഷ ക്ലബ്ബ് ചോദിച്ചാൽ റയൽ മാഡ്രിഡ്, മികച്ച വനിതാ ക്ലബ്ബ് ചോദിച്ചാൽ ബാഴ്സലോണ. ഇനി മികച്ച ഗോളിയായിട്ട്
തെരഞ്ഞെടുക്കപ്പെട്ടത് എമിലിയാനോ മാർട്ടിനസിനെയാണ്. മികച്ച ഗോളിയെ ചോദിച്ചാൽ ആരാണ്? എമിലിയാനോ മാർട്ടിനസ്. കൂടുതൽ ഗോൾ നേടിയവർ ഹാരി കെയ്നും കിലിയൻ എംബാപ്പയാണ്. അപ്പോൾ കൂടുതൽ ഗോൾ നേടിയവർ ആരൊക്കെയാണ്? ഹാരി കെയ്നും കിലിയൻ എംബാപ്പയാണ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം നമുക്ക്. 2024 ബാലൻഡിയോർ പുരസ്കാരമാണ്. അപ്പോൾ 2024 ബാലൻഡിയോർ പുരസ്കാരത്തിൽ മികച്ച പുരുഷ താരം ചോദിച്ചാൽ റോഡ്രി, മികച്ച വനിതാ താരം ചോദിച്ചാൽ ഐറ്റാന ബോൺമാറ്റി, മികച്ച യുവതാരം ചോദിച്ചാൽ ആരാണ്? ലാമിൻ യമാലാണ്. അടുത്ത മികച്ച പുരുഷ കോച്ച് ചോദിച്ചാൽ ആരാണ്? കാർലോ ആൻസ്ലോട്ടിയാണ്. കാർലോ ആൻസ്ലോട്ടി. ഇനി മികച്ച വനിതാ കോച്ച് ചോദിച്ചാൽ ആരാണ്? എമ്മ ഹെയ്സ് ആണ്. മികച്ച പുരുഷ ക്ലബ്ബ് ചോദിച്ചാൽ ഏതാണ്? റയൽ മാഡ്രിഡും. മികച്ച വനിതാ ക്ലബ്ബ് ചോദിച്ചാൽ ബാഴ്സലോണയുമാണ്. മികച്ച പുരുഷ ക്ലബ്ബ് ചോദിച്ചാൽ റയൽ മാഡ്രിഡും, മികച്ച വനിതാ ക്ലബ്ബ് ചോദിച്ചാൽ ബാഴ്സലോണയുമാണ്. ഇനി മികച്ച ഗോളി ചോദിച്ചാൽ ആരായിരുന്നു? എമിലിയാനോ മാർട്ടിനസ് ആണ് മികച്ച ഗോളി. ഇനി കൂടുതൽ ഗോൾ നേടിയവർ ആരൊക്കെയാണ്? ഹാരി കെയ്നും കിലിയൻ എംബാപ്പയാണ് കൂടുതൽ ഗോൾ നേടിയവർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു.